നമ്മുടെ അഡീഷനില് ക്വിക്ക് അഡീഷൻ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ അല്ലേ? 3 മെത്തേഡിൽ ക്വിക്ക് ആഡ് ചെയ്യാൻ, പെട്ടെന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് അല്ലേ പഠിച്ചേ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ പ്രോബ്ലം എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? തേർഡ് വൺ ചെയ്യാനുണ്ട് അല്ലേ? ഡി ചെയ്യാനുണ്ട്. ഫൈൻഡ് ദ സം ബൈ കൗണ്ടിങ് ഇൻ ടെൻസ്. അത് ചെയ്യാനില്ലേ? ബാക്കിയെല്ലാം ചെയ്തല്ലേ അല്ലേ? ബാക്കിയെല്ലാം ചെയ്തതല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ആ നാലാമത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്, അതുകൂടി ചെയ്യാന്ന്. അതെങ്ങനെയാ ചെയ്യാം? തന്നിരിക്കുന്ന നമ്പറിനെ ടെൻസിലേക്ക് മാറ്റി എഴുതിയിട്ട് വേണം ചെയ്യാൻ. ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 234 plus 25. 234 plus 25. ആരാ സ്ക്രീനിൽ വരയ്ക്കുന്നേ? ആരാ വരയ്ക്കുന്നത് സ്ക്രീനില്? 234 plus 25 is equal to 234 അങ്ങനെ തന്നെ നിൽക്കട്ടെ. 25നെ നമുക്ക് 10 plus 10 plus 5 എന്ന് എഴുതാലോ? പറ്റൂലേ? 10 plus 10 plus 5 എന്ന് എഴുതാൻ പറ്റുമല്ലോ? 10 plus 10 plus 5 അല്ലേ 25 അല്ലേ? എന്താ ലൻ? ആ നോട്ടിൽ എഴുതണം. കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കിയെല്ലാം എഴുതിയതല്ലേ? ഇതിപ്പോ തന്നെ മിസ്സിന്റെ കൂടെ തന്നെ നോട്ടിൽ എഴുതിക്കോ. അപ്പൊ 234 plus 25നെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? 234 plus 10 plus 10 plus 5 എന്ന് എഴുതി. ഇനി ഒന്നുകൂടി ഒന്ന് ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്ത് എഴുതിയാല് 234 plus 10 plus 10 plus 5. 234നോട് കൂടി നമ്മൾ ആദ്യം 2 10 ആഡ് ചെയ്യും. അപ്പൊ 234നോട് കൂടി ഒരു 10 ആഡ് ചെയ്താല് 234 plus 10 plus 5, that is equal to 254 plus 5, that is equal to 254 plus 5, 259. നമ്മൾ 25നെ 10 plus 10 plus 5 എന്ന് എഴുതി. എന്നിട്ട് 234നോട് കൂടി ആ 2 10ഉം ആഡ് ചെയ്തു. എന്നിട്ട് അതിനോടുകൂടി ലാസ്റ്റത്തെ 5 ആഡ് ചെയ്തു. എഴുതിയോ? എഴുതിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 47 plus 38. അതിൽ 38നെ നമുക്ക് എന്ത് ചെയ്ത് എഴുതാം? 10 വെച്ച് ആഡ് ചെയ്ത് എഴുതാം. 47 plus 38നെ 10 plus 10 plus 10 plus 8.
10 plus 10 plus 10 plus 8 അല്ലേ 38 അല്ലേ? That is equal to ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 47 plus 10 plus 10 plus 10 plus 8. ഇനി 47നോടുകൂടി 10 10 10 10 ആഡ് ചെയ്താൽ എത്ര വരും? 47നോടുകൂടി ഒരു 10 ആഡ് ചെയ്താൽ 57, 2 10s ആഡ് ചെയ്താൽ 67, 3 10s ആഡ് ചെയ്താൽ 77. 77 plus 8. 77നോട് 8 ആഡ് ചെയ്താൽ 77, 78, 79, 80, 81, 82, 83, 84, 85. 77 plus 8 is equal to 85. Third question. 126 plus 24. That is equal to 126 plus 24 tens like മാറ്റി ചെയ്താൽ 10 plus 10 plus 4. 10 plus 10 plus 4. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എത്ര വരും? 126 plus 10 plus 10 plus 4. 126 plus 10, 136. 136 plus 10, 146. Then 146 plus ബാക്കിയുള്ള 4, that is equal to 150. 146 plus 4 is equal to 150. ഇനി നാലാമത്തെ 23 plus 65. 23 plus 65. ഇതിൽ നമുക്ക് 23നെ ബ്രേക്ക് ചെയ്ത് എഴുതാം. 65നേക്കാളും 23നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് എഴുതാം. അപ്പൊ എഴുതുമ്പോൾ എങ്ങനെ വരും? 65 plus 23നെ മാറ്റി എഴുതിയാൽ 10 plus 10 plus 3. That is equal to 65 plus 10 plus 10 plus 3. 65നോട് ഒരു 10 ആഡ് ചെയ്യുമ്പോൾ 75. 75നോട് ഒരു 10 കൂടി ആഡ് ചെയ്താൽ 85. So 85 plus 3 is equal to 88. 85 plus 3 is equal to 88. Fifth one, 136 plus 25. 136 plus 25. അതിൽ 136 അതുപോലെ തന്നെ എഴുതാം. 25നെ ബ്രേക്ക് ചെയ്ത് എഴുതിയാൽ 10 plus 10 plus 5. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ 136 plus 10 plus 10 plus 5. 136നോട് ഒരു 10 ആഡ് ചെയ്താൽ
146. 146നോട് ഒരു 10 കൂടി ആഡ് ചെയ്യുമ്പോൾ 156 plus 5. That is equal to 156നോട് 5 ആഡ് ചെയ്താൽ 156, 157, 158, 159, 160, 161. അപ്പോൾ ക്വിക്ക് അഡീഷൻ കഴിഞ്ഞു, അതിന്റെ എക്സസൈസും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? നെക്സ്റ്റ് ടോപ്പിക് വേർഡ് പ്രോബ്ലംസ് ഓൺ അഡിഷൻ. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, അതിന്റെ സം കണ്ടുപിടിക്കുക, അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എങ്ങനെയായിരിക്കും? വേർഡ് പ്രോബ്ലംസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എങ്ങനെ? എൻ്റെ കയ്യിൽ ഒരു 5 ചോക്ലേറ്റ്സ് ഉണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു 5 ചോക്ലേറ്റ്സും കൂടി വാങ്ങി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ടോട്ടൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടാകും? അങ്ങനെയുള്ള വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പൊ എങ്ങനെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം എന്ത് ചെയ്യാ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കും. ഒരു 5-6 തവണയൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാവും. എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കും. കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ, പേജ് നമ്പർ 85-ല്. എക്സാമ്പിൾ 1 ഒന്ന് നോക്കിയേ. പാക്കറ്റ് A and packet B contain 670 and 545 buttons respectively. How many buttons are there in all? ഒരു തവണ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഒന്നുകൂടി വായിച്ചു നോക്കുക. Packet A and packet B contain 670 and 545 buttons respectively. How many buttons are there in all? ഇപ്പൊ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടി വായിക്കാം. Packet A and packet B contains 670 and 545 buttons respectively. How many buttons are there in all? ഈ തയ്ക്കുന്നവരുടെ കയ്യില്, ഡ്രസ്സ് തയ്ക്കുന്നവരുടെ കയ്യില് ബട്ടന്റെ പാക്കറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ബട്ടന്റെ പാക്കറ്റില്, ഒരു പാക്കറ്റില് 670 ബട്ടൺ ഉണ്ട്, വേറൊരു പാക്കറ്റില് 545 ബട്ടൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പാക്കറ്റിലും കൂടി ടോട്ടൽ എത്ര ബട്ടൺസ് ഉണ്ട്? That is the question. അപ്പൊ പാക്കറ്റ് എയില് 670 ബട്ടണും പാക്കറ്റ് ബിയില് 545 ബട്ടൺസും ഉണ്ട്. അവിടെ റെസ്പെക്റ്റീവ്ലി എന്നുള്ളൊരു വേർഡ് കണ്ടോ ആ ക്വസ്റ്റ്യനില്? കണ്ടോ? എന്താ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാല്? പാക്കറ്റ് എ ആൻഡ് പാക്കറ്റ് ബി, 2 പാക്കറ്റ് ഉണ്ട്. ആ 2 പാക്കറ്റിലും ഉള്ള ബട്ടൺസിന്റെ എണ്ണം ക്രമത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. 670, 545. അതായത് പാക്കറ്റ് എയില് 670ഉം പാക്കറ്റ് ബിയില് 545ഉം ബട്ടൺസ് ഉണ്ട് എന്നാണ് റെസ്പെക്റ്റീവ്ലി എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ പാക്കറ്റില് ആദ്യത്തെ നമ്പർ, രണ്ടാമത് പറഞ്ഞ പാക്കറ്റില് രണ്ടാമത്തെ നമ്പർ. അതാണ് റെസ്പെക്റ്റീവ്ലി എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാല് അങ്ങനെയാണ് നമ്മൾ മീൻ ചെയ്യേണ്ടത്. എങ്ങനെ? ആദ്യം പറഞ്ഞ പാക്കറ്റില് ആദ്യം പറഞ്ഞ നമ്പർ, രണ്ടാമത് പറഞ്ഞ പാക്കറ്റില് രണ്ടാമത് പറഞ്ഞ നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്താ ടോട്ടൽ 2 പാക്കറ്റിലും കൂടി എത്ര ബട്ടൺസ് ഉണ്ട്?
എന്താ ചെയ്യണ്ടേ? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. പോരെ? രണ്ടും കൂടി ആഡ് ചെയ്താൽ രണ്ട് പാക്കറ്റിലും കൂടി എത്ര ബട്ടൺസ് ഉണ്ടെന്ന് കിട്ടും. ബട്ട് ഇവിടെ നിങ്ങൾ വെറുതെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ പോരാ. വേർഡ് പ്രോബ്ലംസിന് എന്ത് ചെയ്യണം? വേർഡ് പ്രോബ്ലംസിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. എങ്ങനെ എഴുതണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? വേർഡ് പ്രോബ്ലംസ് എഴുതുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതിപ്പോ ടോട്ടൽ നിങ്ങളുടെ ഒരു പേജ് ആണെന്ന് വിചാരിക്കാം. ഇതിനെ, ഈ ടോട്ടൽ പേജിനെ 3 കോളം ആക്കി മാറ്റാം. എങ്ങനെ? ഇങ്ങനെ 3 കോളം ആക്കി മാറ്റാം. 3 കോളാക്കി മാറ്റാം. എന്നിട്ട് ആദ്യത്തെ കോളത്തില് സ്റ്റെപ്പ് എഴുതാം. ആദ്യത്തെ കോളത്തിൽ എന്ത് എഴുതാം? സ്റ്റെപ്പ് എഴുതാം. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? സ്റ്റെപ്പ് എഴുതുന്നത് എങ്ങനെയാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലേ, അത് ഓരോന്നും അതുപോലെ എടുത്ത് എഴുതുന്നതിനെയാണ് സ്റ്റെപ്പ് എഴുതുക എന്ന് പറയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പാക്കറ്റ് എയിലെ ബട്ടൺസിന്റെ എണ്ണം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സെന്റൻസ് നമ്മൾ എന്താ എഴുതണ്ടേ? നമ്പർ ഓഫ് ബട്ടൺസ് ഇൻ പാക്കറ്റ് എ. നമ്പർ ഓഫ് ബട്ടൺസ് ഇൻ പാക്കറ്റ് എ. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഈ ഫസ്റ്റ് ലൈനിന്റെ നേരെ ഒരു ഈക്വൽ സൈൻ ഇടാം. ഫസ്റ്റ് ലൈനിന് നേരെ ഒരു ഈക്വൽ സൈൻ ഇട്ടു. എന്നിട്ട് രണ്ടാമത്തെ കോളത്തിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എത്രയാ? 600. പാക്കറ്റ് എയിൽ 670 ബട്ടൺസ് അല്ലേ ഉള്ളത്. രണ്ടാമത്തെ കോളത്തിൽ 670 എഴുതി. ഇനി രണ്ടാമത്തെ ഇൻഫർമേഷൻ നമുക്ക് തന്നത് എന്താ? നമ്പർ ഓഫ് ബട്ടൺസ് in പാക്കറ്റ് ബി. പാക്കറ്റ് ബിയിൽ തന്നിട്ടുള്ള നമ്പർ ഓഫ് ബട്ടൺസ്, അതിന് നേരെ ഒരു ഈക്വൽ സൈൻ ഇട്ടു. എന്നിട്ട് എത്രയാ പാക്കറ്റ് ബിയിലെ നമ്പർ ഓഫ് ബട്ടൺസ്? 545. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കില്ല? ഈ രണ്ട് ഇൻഫർമേഷൻസ് അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലെ? ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് ബട്ടൺസ്. രണ്ട് പാക്കറ്റിലും കൂടി എത്ര ബട്ടൺസ് ഉണ്ടെന്നാ കണ്ടുപിടിക്കണ്ടേ. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ടോട്ടൽ നമ്പർ ഓഫ് ബട്ടൺസ്. ടോട്ടൽ നമ്പർ ഓഫ് ബട്ടൺസ്. ഇനി ഇവിടെ ഒരു ഈക്വൽ സൈൻ ഇടാം. എന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? രണ്ടും കൂടി ആഡ് ചെയ്യേണ്ടതല്ലേ കണ്ടുപിടിക്കണ്ടേ അല്ലേ? എന്നിട്ട് ഇവിടെ 670 പ്ലസ് 545 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ഇത് എഴുതി കണ്ടുപിടിക്കണല്ലോ ഇതിന്റെ ആൻസർ. എഴുതി കണ്ടുപിടിക്കണ്ടേ? അത് എവിടെ എഴുതി കണ്ടുപിടിക്കും നമ്മള്? തൊട്ട് മൂന്നാമത്തെ ഒരു കോളം ഇല്ലേ? ആ കോളത്തില് 670 പ്ലസ് 545 എന്ന് എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. 0 പ്ലസ് 5 5, 7 പ്ലസ് 4 11. അവിടെ 1 എഴുതി, ബാക്കിയുള്ള 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി 1 പ്ലസ്
ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ 1 + 6 7 7 + 5 12. ആൻസർ എത്ര കിട്ടി? 1215. അപ്പൊ നമ്മൾ ഇവിടെ അതിന്റെ ആൻസർ എഴുതാം is equal to 1215. ആൻസർ എത്ര കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് ബട്ടൺസ് നമുക്ക് 1215 കിട്ടി. എന്നാൽ ആൻസർ കംപ്ലീറ്റ് ആയോ? ആൻസർ കംപ്ലീറ്റ് ആയോ? ഇല്ല. ആൻസർ ഫുൾ ആവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഇതിനിടയിൽ ഒരു സെന്റൻസ് കൂടി എഴുതാനുണ്ട്. Thus നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മളൊന്ന് ഫൈനലൈസ് ചെയ്യാം. Thus the total number of buttons is 1215. ഇത് കൂടി എഴുതിയാൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്തോ, പെട്ടെന്ന് നോട്ടില് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത് നോട്ടിൽ എഴുതണ്ടല്ലോ. ടെക്സ്റ്റ് സോൾവ് ചെയ്ത പ്രോബ്ലം അല്ലേ, നോട്ടിൽ എഴുതണ്ടല്ലോ. നമുക്ക് അടുത്ത എക്സസൈസിന്റെ ക്വസ്റ്റ്യൻ മുതൽ നോട്ടിൽ എഴുതാം. ഒരു 10 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോട്ടിൽ എഴുതി ചെയ്യാം. അപ്പൊ വേർഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ വേർഡ് പ്രോബ്ലംസിന്റെ ആൻസർ ചെയ്യാൻ. മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. എക്സാമ്പിൾ 2. There are 2376 books in Ravi's school library and 6957 books in Neha's school library. How many books are there in all? ക്വസ്റ്റ്യൻ ആദ്യം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടി വായിക്കാം. ഒന്നും കൂടി വായിക്കാം ക്വസ്റ്റ്യൻ. എന്താ വായിക്കണ്ടേ? വായിച്ചോ, ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് എക്സാമ്പിളിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. There are 2376 books in Ravi's school library and 6957 books in Neha's school library. How many books are there in all? നിങ്ങളെ കസിൻസിനോടൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പറയില്ലേ, എന്റെ സ്കൂൾ ലൈബ്രറിയിൽ ഇത്ര ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ സ്കൂളിൽ ഇത്ര കുട്ടികളുണ്ട്, എന്റെ സ്കൂളിൽ ഇത്ര ക്ലാസ് റൂം ഉണ്ട്. അപ്പൊ അവരും പറയും അതേപോലെ. അവര് വേറെ സ്കൂളിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ എന്റെ സ്കൂൾ ലൈബ്രറിയിൽ ഇത്ര ബുക്ക് ഉണ്ട്, എന്റെ സ്കൂളിൽ ഇത്ര കുട്ടികളുണ്ട്, എന്റെ സ്കൂളില് പിന്നെ എത്ര സ്കൂൾ ബസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയില്ലേ. അതുപോലെ 2 കുട്ടികൾ പറഞ്ഞു രവിന്റെ സ്കൂൾ ലൈബ്രറിയില് 2376 ബുക്സ് ഉണ്ട്. അപ്പൊ നേഹ പറഞ്ഞു നേഹയുടെ സ്കൂൾ ലൈബ്രറിയിൽ എത്രയുണ്ട്? 6957 ബുക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പേരുടെയും സ്കൂൾ ലൈബ്രറിയിൽ കൂടി ടോട്ടൽ എത്ര ബുക്സ് ഉണ്ട്? ദാറ്റ് ഇസ് ദി ക്വസ്റ്റ്യൻ. ഹൗ മെനി ബുക്സ് ആർ ദർ ഇൻ ഓൾ? ടോട്ടൽ എത്ര ബുക്സ് ഉണ്ട്? എന്താ അതിന്റെ സൊല്യൂഷൻ എഴുതിയത് നോക്കിയേ. ബുക്സ് ഇൻ രവീസ് സ്കൂൾ ലൈബ്രറി. ഫസ്റ്റ് ബുക്സ് ഇൻ രവീസ് സ്കൂൾ ലൈബ്രറി 2376. Next step, books in Neha's school library 6957. അത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണല്ലോ, ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ്. എന്താ കണ്ടുപിടിക്കണ്ടേ? 2 പേരുടെ സ്കൂൾ ലൈബ്രറിയിൽ കൂടിയിട്ട് എത്ര ബുക്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ്. എങ്ങനെ ചെയ്യും? രണ്ടും കൂടി ആഡ് ചെയ്യാം. 2376 പ്ലസ് 6957 that is equal to, ആദ്യം നമ്മൾ 6ഉം 7ഉം കൂടി ആഡ് ചെയ്തു, 3 എന്ന് എഴുതി. 13 ആണ്, 3 എന്ന് എഴുതി. ബാക്കി വരുന്ന 1 ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു.
1 plus 7 plus 5 again നമുക്ക് 13 കിട്ടി. 3 എവിടെ എഴുതി? 1 നമ്മൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 1 plus 3 plus 9 again 13 കിട്ടി. 3 എഴുതി. 1 തൗസൻഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 1 plus 2 plus 6 9. അപ്പൊ ടോട്ടൽ എത്രയാ? 9333. ആൻസർ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് എഴുതണം? Thus there are 9333 books in all. മനസ്സിലായോ? അപ്പൊ ഈ വേർഡ് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടെന്നറിയോ? ക്വസ്റ്റ്യൻ ഒരു 3-4 തവണ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ കുറെ തവണ വായിച്ചു നോക്കുമ്പോൾ അതിന്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ എഴുതുമ്പോ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻസർ എഴുതുക. ഓക്കെ, അപ്പൊ ഈ 2 സൊല്യൂഷൻ ഒന്ന് നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് നോക്കുക. അടുത്ത പേജിലുള്ള എക്സസൈസിലെ 10 ക്വസ്റ്റ്യൻ അത് നമുക്ക് അടുത്ത 2-3 ക്ലാസ്സിലായിട്ട് അത് മുഴുവനായിട്ട് ചെയ്തു തീർക്കാം. അപ്പൊ ഇന്ന് ഹോംവർക്ക് ഒന്നും വേണ്ടല്ലോ? വേണോ? വേണ്ട. ഇന്ന് ഒരു ദിവസം ലീവ് ആയിക്കോട്ടെ. ഇന്ന് ഹോംവർക്ക് ഇല്ല. നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക കേട്ടോ. അഡീഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അന്നേരം ആൻസർ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഹോംവർക്ക് തരാത്തെ. ഈ ചാപ്റ്റർ തീരാനായില്ലേ? അപ്പൊ ഇന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ഇതുവരെ നമ്മൾ പഠിച്ച സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ബെനിറ്റൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ? പെട്ടെന്ന് പറ, ടൈം തീരാറായി. നേരത്തെ ചെയ്തില്ലായിരുന്നോ? അതൊന്ന് സെൻഡ് ചെയ്ത് തരാവോ? ആ ഫസ്റ്റത്തെ പ്രോബ്ലം വേർഡ് പ്രോബ്ലംസ് ആണോ? അതിന് നേരത്തെ അല്ലേ? എക്സൈസ് 2.4 അല്ലേ? അത് മിസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ആൻസർ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.